ശരിക്കും കാസർഗോഡ് എന്താണ് സംഭവിക്കുന്നത്? കാസർഗോഡ് LDFൻ്റെ കോട്ടയാണെന്നൊക്കെ നമുക്ക് തോന്നും, പല ലോക്സഭാ മണ്ഡലങ്ങൾ, പല നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ്സിന് കൃത്യമായ ഒരു വോട്ട് ബാങ്കുള്ള സ്ഥലം തന്നെയാണ് കാസർഗോഡ്. കാസർഗോഡിൻ്റെ പല മേഖലകളിലും കോൺഗ്രസ്സിന് ശക്തമായ വേരോട്ടമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഉദുമയിലൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസ്സിന് വോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ചില ശക്തി ദുർഗങ്ങൾ, ചില ശക്തി കേന്ദ്രങ്ങൾ കോൺഗ്രസ്സിനുള്ള സ്ഥലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. അവിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താന് മുമ്പ് തന്നെ 2014 TCTക്കാണ് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്. വെറും 6000 വോട്ടിനാണ് TCTക്ക് തോൽക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ കോൺഗ്രസ്സിന് അതുവരെ കിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള, ഒരിക്കലും കിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കിട്ടുമെന്ന് തോന്നാൻ തുടങ്ങിയത് ആ സമയം മുതലാണ്. 2019 ആയപ്പോഴേക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ വരികയും വലിയ ശബരിമല അടക്കമുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും രാഹുൽ ഗാന്ധിയുടെ വരവ്, അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ഉണ്ടാവുകയും ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ജയിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാം, ലീഗിൻ്റെ വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് തന്നെയാണ് താൻ ജയിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വാലകൃഷ്ണൻ പെരിയ പറഞ്ഞതുപോലെ തന്നെ ഈ കുറി മായ്ക്കുന്നതൊക്കെ അതിൻ്റെ പിന്നിൽ മറ്റൊരു തത്വമില്ല, അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കുറി മായ്ക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ കുറി ന്യൂനപക്ഷ വോട്ടുകളെ ചിലപ്പോൾ ഭിന്നിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അത് ചോർന്നു പോകാൻ, അത് കിട്ടാതിരിക്കാനുള്ള കാരണമായേക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ ആൾക്കാർ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കുറി മായ്ക്കുന്നതും. അതിന് പല കാരണങ്ങൾ പറഞ്ഞാലും അതിൻ്റെ കൃത്യമായ കാരണം അത് തന്നെയാണ്. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ കാസർഗോഡ് അദ്ദേഹം വന്നത് മുതൽ കാസർഗോഡ് കോൺഗ്രസ്സിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പല നേതാക്കന്മാരെയും, അദ്ദേഹത്തിന് വഴങ്ങാത്ത പല നേതാക്കന്മാരെയും അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അവരെ തന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയും പല രീതിയിൽ അദ്ദേഹം പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ. ഈ സംഘടനാ വിഷയത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ നീക്കങ്ങൾക്ക് വലിയ സപ്പോർട്ട് കിട്ടാത്ത പല കേസുകളുണ്ട്. ഇതിന് മുമ്പേ നമ്മൾ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് മുമ്പേയുള്ള പല നേതാക്കളെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ അവർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുകയൊക്കെ ചെയ്ത ആൾ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷേ എന്തോ കാരണം കൊണ്ട് അദ്ദേഹം ഇത്തവണയും ജയിക്കുകയാണ് ചെയ്യുന്നത്. കാസർഗോഡ് അങ്ങനെ ഒരു രാജ്മോഹൻ ഉണ്ണിത്താനെതിരായ ഒരു തരംഗം ഇല്ലാതിരിക്കുകയും പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി വളരെ വീക്കായ ഒരു സ്ഥാനാർത്ഥി വരികയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് പരിധിവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചത്. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ രണ്ട് തട്ടായിട്ട് കോൺഗ്രസിനെ മാറ്റുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് കാസർഗോഡ് ജില്ലയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ലീഗിനോട് ചേർന്നുകൊണ്ടാണ്. പക്ഷേ ഒരു പരിധിവരെ കോൺഗ്രസിനെ ലീഗ് പതുക്കെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. അത് കോൺഗ്രസ്സിലെ മുസ്ലിം നേതാക്കളെ മുഴുവൻ ഏകദേശം ലീഗിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കുകയും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ പാർട്ടിയായിട്ട് മാറുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പേരിനൊക്കെ കുറേ നേതാക്കന്മാരല്ലാതെ വലിയ മുസ്ലിം നേതാക്കൾ ഇല്ലാത്ത അവസ്ഥയും കോൺഗ്രസ്സിലുണ്ട് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പിന്നീട് നമുക്ക് പറയാം. അത് പല മണ്ഡലത്തിലും നമ്മൾ മലപ്പുറത്തൊക്കെ കോൺഗ്രസ് ലീഗ് ഫൈറ്റ് കാണുന്നതാണ്. അപ്പോൾ അത് കാസർഗോഡ് ഏകദേശം ആ രീതിയിൽ തന്നെ ഉണ്ട് താനും. അത് കോൺഗ്രസിൻ്റെ ഈ ലീഗ് അനുകൂല നിലപാടെടുക്കുന്ന ആൾക്കാരാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നിച്ചുള്ള മുഴുവൻ ആൾക്കാരും. അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന് ഓണർ ചെയ്തതിന് 1 ലക്ഷം രൂപ ലീഗ് മന്ദിരത്തിന് അദ്ദേഹം സംഭാവന ചെയ്യുന്നത്. ശരിക്കും ലീഗിന് അങ്ങനെ വലിയ അത്യാവശ്യമൊന്നുമില്ല. കോൺഗ്രസ്സിന് ചെയ്യേണ്ട സംഭാവന എന്തിനാണ് ലീഗിന് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം. ഇവരൊക്കെ തന്നെ ലീഗിന് അത്രയേറെ സാമ്പത്തികമായി വലിയ സ്രോതസ്സുള്ള പാർട്ടിയാണ് ലീഗ്. വലിയ രീതിയിൽ സമ്പത്ത് ഉയർത്താൻ സാധിക്കുന്ന പാർട്ടി കൂടിയാണ് ലീഗ്. ഒന്ന് വിചാരിച്ചാൽ ആവശ്യത്തിനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണ്. അതിന് വലിയ സഹായം കോൺഗ്രസിൻ്റെ ഫണ്ട് കോൺഗ്രസിന് പോലും നൽകാതെ കൊടുക്കേണ്ടിയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൽ ബാലകൃഷ്ണൻ പെരിയ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കല്യാട്ടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അദ്ദേഹം എടുത്തിട്ടുള്ള സ്ട്രഗിളുകൾ, അവരെടുത്തിട്ടുള്ള സ്ട്രഗിളുകൾ, അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നിസ്സംഗമായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ബാലകൃഷ്ണൻ പെരിയ പോലൊരു ശക്തനായ നേതാവിനെ, KPCC അംഗത്തെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് കോൺഗ്രസ് അണികൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നത്, അത് കോൺഗ്രസ്സിൽ നിന്നെ സാധാരണ പ്രവർത്തകർ കഴിഞ്ഞ 25-40 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ, അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിനൊപ്പമുള്ള ചില നേതാക്കന്മാരെ കൂടി പുറത്താക്കുന്നുണ്ട്. കല്യാണത്തിൽ പങ്കെടുത്തു എന്നുള്ള കാര്യമുണ്ട്. അതിനൊക്കെ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു എന്നുള്ളതിനൊക്കെ അദ്ദേഹം കൃത്യമായ ന്യായീകരണം നൽകുന്നുമുണ്ട്. ഒരു കൊലപാതകം ഒരു കുടുംബത്തിൽ ഒരാൾ നടത്തിയാൽ ആ കുടുംബത്തെ മുഴുവൻ നമ്മൾ വേർതിരിച്ച് കാണണം, അവരെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത് ഏത് തത്വമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്ന വലിയ ആരോപണങ്ങളുണ്ട്, അതിലെല്ലാം ഒരു കാമ്പുണ്ടെന്നുള്ള. ഇപ്പം 1 ലക്ഷം രൂപയാണ് ഒരു IMAX ലൈറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ 273 ലൈറ്റുകൾ, തൻ്റെ ടോട്ടൽ ഫണ്ടിൻ്റെ 70% ഈ ലൈറ്റിന് വേണ്ടി ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 2 കോടിയിലധികം രൂപയുടെ അഴിമതി, 3 കോടിയോളം വരുന്ന അഴിമതി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മറ്റു രീതിയിലുള്ള കമ്മ്യൂണലായിട്ടുള്ള കാസ്റ്റ് വൈസുള്ള വ്യത്യാസം,
ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ ജാതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ജാതിക്കാരനാണെന്നുള്ളത്, മറ്റുള്ളവർ താഴ്ന്ന ജാതിക്കാരാണ്, ഒരു ജാതീയമായി വേർതിരിവ് കാണിക്കുന്നുണ്ട്. അതായത് ഈഴ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തഴയപ്പെടുന്നു എന്നും അവർ മനുഷ്യരെ പഴയ പ്രാകൃതമായ ജാതി ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു പരിധിവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് വിളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. രാജ്മോഹൻ എന്ന് മാത്രം വിളിച്ചാൽ പോരാ, താൻ ഉണ്ണിത്താനാണ് എന്ന് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ജാതി അധിക്ഷേപവും ഇതിൻ്റെ പിന്നിലുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള നേതാവൊന്നുമല്ല. കാസർഗോഡ് നിർത്തിയത് അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി പോലുമല്ല. കാരണം അദ്ദേഹത്തിന് അത്ര വലിയ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ നാട്ടിലില്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പല ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ DICയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലൊക്കെ വലിയ മോശം രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടായ നേതാവാണ്. തൻ്റെ സംസാരം കൊണ്ട് മാത്രം, തൻ്റെ പ്രസംഗങ്ങളോ ചാനൽ ചർച്ചയുള്ള വർത്തമാനങ്ങൾ കൊണ്ട് തന്നെ മാത്രം നേതാവായിരിക്കുന്ന ഒരാളാണ്. ജനകീയത ഇല്ലാത്ത നേതാവാണ്, തൻ്റെ നാട്ടിൽ പോലും തോറ്റ നേതാവാണ് എന്നൊക്കെ പറയുന്നതിൽ ആരോപണം ഒരുപാട് കേട്ട നേതാവാണ്. പക്ഷേ കാസർഗോഡ് അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ ഒത്തുവരികയും വിജയിക്കുകയും ചെയ്തതോടുകൂടി തന്നെ അദ്ദേഹം ഒരു വലിയ നേതാവായിട്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമമാണ്. അദ്ദേഹത്തിൻ്റെ അശ്വമേധം നടത്താൻ പോവുകയാണെന്നും അദ്ദേഹം കാസർഗോഡ് കോൺഗ്രസിൻ്റെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ ഒതുക്കാനുള്ള ശ്രമമാണെന്നും ആണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സിലെ ഇത്തരം പടലപ്പിണക്കങ്ങൾ, ഇത്തരം ചക്കളത്തി പോരാട്ടങ്ങൾ കോൺഗ്രസ്സിനെ എത്രത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് സഹായിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ നടപടി ഇത്ര സ്ട്രോങ് ആയി നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതിൻ്റെ ഈ കല്യാണത്തിൽ പങ്കെടുത്തവരെക്കുറിച്ച്, ആ പങ്കെടുത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അവർ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് അവർ പങ്കെടുത്തു എന്നുള്ളതിന്. ഇനി ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിൽ പങ്കെടുത്ത അവരുടെ വീട്ടിലെ ബന്ധുക്കളുമായിട്ടൊന്നും യാതൊരു ബന്ധവും പാടില്ല എന്നൊക്കെ പറയുന്നത് ഏത് വിചിത്രമായ നയമാണ്? കോൺഗ്രസ് ഇതിനെ പിന്തുടരുന്നു. കോൺഗ്രസിൻ്റെ പൊള്ളയാണ് ഇതിൽ നമ്മൾ വെളിവാക്കുന്നത്. അതായത് ഒരു സംഘടനാ നിലപാടും കോൺഗ്രസ്സിനില്ല. ഒരാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് മുഴുവൻ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇവരെ പുറത്താക്കുന്നത് പെട്ടെന്ന് എടുത്ത് കളയുന്നത്, കരുവേപ്പില കളയുന്നവരെ കളയാൻ പറ്റുന്നതാണ്. കോൺഗ്രസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരുന്നു. കോൺഗ്രസിൻ്റെ നിന്ന് വലിയ പാളിച്ചയാണ് കാസർഗോഡ് പ്രത്യേകിച്ച് സംഭവിക്കുന്നത്. ഇത് അവരവരുടെ നേതാക്കൾ അവനവനിസം നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ്. നേതാക്കളിൽ ഒതുങ്ങിയത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പൂർവ്വകാലം. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്ര തകർന്നു പോയത്. ആ തകർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നുണ്ടോ? ഈ വിജയം കോൺഗ്രസിനെ വല്ലാതെ അർമാദിക്കുന്നുണ്ടോ? കോൺഗ്രസിന് അത്രയേറെ ആത്മവിശ്വാസം നൽകുന്ന വിജയമാണോ ഇത് എന്ന് കോൺഗ്രസ് കരുതണം. 2019 സംഭവിച്ചതും ഇത് തന്നെയാണ്. ഈ വലിയ വിജയമുണ്ടായപ്പോൾ കോൺഗ്രസ് മതിമറന്ന് ആഹ്ലാദിക്കുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ നിയമസഭയിൽ തോറ്റുപോയത്. അപ്പോൾ ഈ തോൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുമോ എന്ന് കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഊന്നി നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു നടപടിയെടുക്കുമ്പോൾ ആ നാട്ടിലെ കോൺഗ്രസിലെ അണികൾക്ക് എത്രത്തോളം അതുമായി ബന്ധപ്പെട്ട് അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നതായിരിക്കും. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലേക്ക് ഈ വിഷയം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസിനും ഒരിക്കലും വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ പോകുന്നില്ല.